എല്ലാവർക്കും ഡ്രാമ റിവ്യൂവിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇവർ രണ്ടുപേരും റോഡിൽ വെച്ച് ചെറിയ രീതിയിലൊക്കെ ഒരു ആർഗ്യുമെൻ്റ് നടക്കുകയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഇവനാണെങ്കിൽ കുറച്ച് പ്രായം കുറവും ആ പെൺകുട്ടിക്ക് പ്രായം കൂടുതലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ്റെ ലവ് പ്രപ്പോസൽ അവൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഈ പയ്യനാണെങ്കിൽ ഒരു സ്റ്റുഡൻ്റാണ്, അവളാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രായമൊക്കെ ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ പ്രപ്പോസൽ അവൾ റിജക്റ്റ് ചെയ്യാണ്. അതിൻ്റെ രീതിയിൽ അവർക്ക് ചെറിയൊരു ഫൈറ്റൊക്കെ നടക്കുന്നുണ്ട്. അവൻ ആ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ആ സമയത്ത് ഒരു കാർ അവനെ ഇടിക്കുകയും അവൻ ആക്സിഡൻറ്റ് സംഭവിക്കുകയും ചെയ്യാണ്. അവൻ്റെ ബോധമൊക്കെ പോകുന്നുണ്ട്. പെട്ടെന്ന് ഇവൾ അവൻ്റെ അടുത്തേക്ക് ഓടി വരികയും അവനെ വിളിച്ചു നോക്കി കരയൊക്കെ ചെയ്യുന്നുണ്ട്. അവൾ വല്ലാത്ത രീതിയിൽ ഇമോഷണൽ ആവുന്നുണ്ട്. കാരണം അവളെ ഉള്ളിൽ അവൻ്റെ അടുത്ത് കുറച്ച് സ്നേഹമൊക്കെ ഉണ്ട്. പിന്നെ അത് അവൾ പുറത്ത് എക്സ്പ്രസ് ചെയ്യാത്തത് അവളെയും തമ്മിലുള്ള ഏജ് ഡിഫറൻസ് കാരണമാണ്. ഒടുവിൽ അവനിങ്ങനെ വയ്യാതെ കിടക്കുന്ന സിറ്റുവേഷൻ ആകുമ്പോഴത്തേക്കും അവളുടെ സ്നേഹമൊക്കെ അവൾ പുറത്ത് കാണിക്കുന്നുണ്ട്. അവൾ പറയുന്നുണ്ട്, നീ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിൻ്റെ പ്രപ്പോസ് ഞാൻ അക്സെപ്റ്റ് ചെയ്യും, നിൻ്റെ കൂടെ ഞാൻ എപ്പോഴും കാണുമെന്നൊക്കെ പറഞ്ഞ് അവനെ കണ്ണ് തുറക്കാൻ വേണ്ടിയിട്ട് അവൾ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അവൻ ഉറങ്ങിപ്പോകരുത് എന്നൊക്കെ പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ടേയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവൻ്റെ ഉള്ളിലൊരു ഇമാജിനേഷൻ വരികയാണ്. ഇവനും അവളും കൂടെ ഒരു കീബോർഡ് വായിക്കുന്നതും അവർ റൊമാൻറ്റിക്കായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ വായിക്കുന്നുണ്ട്. അത് ഒക്കെ അവൻ ഇമാജിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അവൻ കണ്ണ് തുറക്കുന്നുണ്ട്. ഇവൻ കണ്ണ് തുറക്കുന്നത് കാണുമ്പോൾ അവൾക്ക് ഒത്തിരി സന്തോഷമാവുകയും അവനെ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവൾ വളരെ അധികം ഇമോഷണൽ ആവുന്നുണ്ട്. അവളെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഫീലിങ്സൊക്കെ അവൾക്ക് പുറത്ത് വരുന്നുണ്ട്, അവനോടുള്ള സ്നേഹവും എല്ലാം. അങ്ങനെ അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ച് വേണ്ട ചെക്കപ്പൊക്കെ ചെയ്യാണ്. എല്ലാം ഓക്കെയാണ്, അവന് വലിയ കുഴപ്പമൊന്നുമില്ല. ഡിസ്ചാർജ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ചെറിയ ആക്സിഡൻറ്റ് നടന്നെങ്കിലും അവർക്കിടയിലുണ്ടായിരുന്ന ആ പിണക്കം മാറിയും അവൻ്റെ ലവ് പ്രപ്പോസൽ അവൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവരുടെ സ്നേഹം പരസ്പരം ഇവർക്ക് റിയലൈസ് ചെയ്യാൻ ആ ഒരു ആക്സിഡൻറ്റ് കാരണം പറ്റുന്നുണ്ട്. ഏജ് ഡിഫറൻസും മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഇവർ ഉള്ളിൽ വച്ചിരുന്ന ആ സ്നേഹം അവർക്ക് പുറത്ത് കാണിക്കാൻ ഈ ഒരു ആക്സിഡൻറ്റ് കാരണം പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ആക്സിഡൻറ്റിൽ വലിയ അപകടങ്ങളൊന്നും അവന് സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ റിപ്പോർട്ട് എല്ലാം ഓക്കെ ആയിരുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.